ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ല? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാനിത് അരി പൂത്തിട്ടുണ്ടായിന്, പച്ചരി ഉഴുന്നും. അതിൻ്റെ ഉള്ളിൽ കറുത്ത കറുത്ത പുള്ളി എന്തെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. അതെന്തില്ല, നമ്മളെ മുത്താറ് അതന്നെ. കുറച്ച് മുത്താറി ഇട്ടീന് ഞാൻ അരി പൂത്തുമ്പോൾ അത്ര തന്നെ. പിന്നെ അങ്ങനെ അതെല്ലാം അരച്ചിട്ടെടുത്തേന് കുറച്ച് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ അരച്ചിട്ടെടുത്ത് പിന്നെ രാത്രിയാണ് അരച്ചത്. എന്നിട്ട് രാവിലെയാണ് ഞാൻ അപ്പം ചുട്ടത്. അങ്ങനെ ഇഡ്ഡലി ആക്കാൻ വേണ്ടിയിട്ട് അരി കുത്തിയിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ ഒരു ഇഡ്ഡലി തട്ടിൽ കൂട്ടിയിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടായിട്ട് പിന്നെ ഞാൻ ഇനി ഇഡ്ഡലിക്ക് ഒരു ചമ്മന്തി ആക്കാൻ വിചാരിച്ച്. അങ്ങനെ ഇഡ്ഡലിക്ക് ചമ്മന്തി നല്ലതല്ല. അങ്ങനെ നമ്മളെ മുറ്റത്ത് കയറിയിട്ട് ഉണ്ട് ചപ്പെല്ലാം പറിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ചമ്മന്തി ആക്കുമ്പോൾ കുറച്ച് ചപ്പെല്ലാം ഇടാൻ വിചാരിച്ച്. ചപ്പ ഇലയ എന്തെങ്കിലും ഇടണമല്ലോ. അങ്ങനെ കുറച്ച് തേങ്ങ ചതച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ ഇട്ട് പിന്നെ ഒരു പച്ചമുളക് ഇട്ടിന്. പിന്നെ ഇത് മുരിങ്ങേൻ്റെ ചപ്പ്, കുറച്ച് മുരിങ്ങേൻ്റെ ചപ്പിട്ട് കുറേ ഇത് തുളസി, പിന്നെ എന്തിട്ടത്, പിന്നെ ഇതെന്തെന്ന് എന്തെന്നിത് അതിട്ട്. ഇതെല്ലാം നമ്മളെ പിള്ളേർ അങ്ങനെ തിന്നാലോ. കുറച്ച് കറിച്ചപ്പൂട്ടിന് പിന്നെ കുറച്ച് 2 കാന്താരി ഇട്ടിന്, പിന്നെ കുറച്ച് പുളിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിന്. പിന്നെ ഈ ചപ്പനായിട്ട് അങ്ങനെ കറി വെച്ചങ്ങനെ തിന്നല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടും തിന്നല. അതിനോണ്ട് പിന്നെ ഇങ്ങനെ ചമ്മന്തി ആക്കിയെങ്കിൽ അങ്ങനെ തിന്നാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചമ്മന്തിയിൽ ഇട്ടത്. നല്ല ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, കണ്ടോ? എന്ത് കാണുമ്പോൾ നല്ല ടേസ്റ്റില്ലേ. പിന്നെ ഒരു അടുപ്പിൽ ചായ തിളക്കാൻ വെച്ചിന്. നമ്മളെ ഇഡ്ഡലി നല്ല റെഡി ആയിട്ട് വന്നിന്. അങ്ങനെ ഞാൻ ഇഡ്ഡലിനെല്ലാം എടുത്തിട്ട് ഒരു ചട്ടിയിലിട്ട്, ചൂടോടല്ല കുറച്ച് തണിഞ്ഞിട്ടാകുമ്പോൾ അങ്ങനെ ചൂടോടൊന്നും ഇതിന് എടുക്കാൻ കഴിയില്ല, കുറച്ചെങ്കിൽ തണിയണം, എന്നെങ്കിൽ നേരെ അതിൽ നിന്ന് എളിയിട്ട് വരും അത്ര. എല്ലാം കടന്നെ ഒട്ടിയിട്ട് ഇതായിട്ട് പോകും. അങ്ങനെ ഞാനെല്ലാം എടുത്തിട്ട് പിന്നെ ചമ്മന്തിയും കൂട്ടിയിട്ട് ഞാനും പിള്ളേരും എല്ലാവരും തിന്നു. നല്ല ഹെൽത്തായിട്ടുള്ള ഇഡ്ഡലി. രാവിലെ കയറ്റിയ ഫുഡ് എല്ലാം ഹെൽത്തി തന്നെ, എന്നെങ്കിലും ഇത് ആ ചമ്മന്തിയും കൂടിയിട്ട് നമുക്ക് ഡബിൾ ഹെൽത്തായി. അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും ഷെയർ ആക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.